ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരുങ്ങുമ്പോൾ നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല കേട്ടോ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്ലാസ് മേക്കപ്പ്, അല്ലെങ്കിൽ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ നല്ല ഫ്ലോലെസ് ആയിരിക്കണം. പ്ലസ് അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഫേസ് എപ്പോഴും തിളങ്ങണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ഒരുങ്ങി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഫേസ് നല്ലപോലെ തിളങ്ങണം, അല്ലെങ്കിൽ നല്ല ഒരു ഗ്ലോസി ലുക്കായിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു ഫ്ലോലെസ്സിൽ ഒരുങ്ങേണ്ടത്, ഒരു ഗ്ലാസ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ളത്. അതിന് മുമ്പായിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്രീവിയസ് വീഡിയോസ് എല്ലാം തന്നെ എടുത്ത് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മളുടെ വീഡിയോസ് ഫുള്ളായിട്ടിരുന്നു വാച്ച് ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാതെ ഫുൾ വീഡിയോസ് മാക്സിമം കാണുക. നമ്മളൊരു 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ്സ് മാക്സിമം ഇരുന്ന് കാണാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്ലാസ് ലുക്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി നമുക്കിവിടെ മേക്കപ്പ് അക്കാഡമി ആണ് കൊച്ചിയിൽ. അപ്പം ഒരുപാട് പേര് പഠിക്കാൻ വരുമ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാം ഞങ്ങൾക്ക് ഗ്ലാസ് മേക്കപ്പ് പഠിക്കണം. കാരണം ഒരുപാട് എൻക്വയറീസ് ഉള്ളത് നമ്മൾക്കൊരു ബ്രൈഡ് ബുക്കിംഗ് ആവണ സമയത്ത് തന്നെ വരുന്നത് ഞങ്ങൾക്ക് ഗ്ലാസ് ലുക്കിലായിരിക്കണം മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഗ്ലാസ് ഫിനിഷിങ്, കൊറിയൻ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗ്ലാസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ചെറുതായിട്ടൊക്കെ ഒരുങ്ങി പോകണമെങ്കിൽ നമ്മളെടുക്കുന്ന മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു തിളക്കം പോലെ ഫീൽ ചെയ്താലോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സാധാരണ നമുക്കറിയാം, നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CTM ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും മാക്സിമം പറയുന്ന ഒരു കാര്യമാണ് ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ടും ഭയങ്കര ഗ്ലോസി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആക്ച്വലി സ്കിൻ കെയർ അല്ല, ഇന്നൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്ലസ് നമുക്കൊരു എന്താ പറയുക, നമുക്ക് എങ്ങനെ മേക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും ഗ്ലാസ് ലുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ CTM ഫസ്റ്റ് നമ്മൾ ഏത് രീതിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിലും ശരി, വീട്ടിലിരിക്കാനാണെങ്കിലും ശരി, നമ്മൾ ഫേസിലേക്ക് ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷന് പോകുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്നൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഉടനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന എത്രയോ ആൾക്കാരനെ എനിക്കറിയാം. ഒരു കാരണവശാലും അത് ചെയ്യരുത്. നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ഒരു മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക, ഡീപ്പ് ക്ലീനിങ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലെൻസർ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ദെൻ അതിനുശേഷം ടോണർ യൂസ് ചെയ്ത് കൊടുക്കുക. ടോണർ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ സ്കിൻ പോർസസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ടോണർ യൂസ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ. ഇനി നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള സിറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോണർ കഴിഞ്ഞിട്ട് നിങ്ങൾ സിറം യൂസ് ചെയ്യാം. സിറം കഴിഞ്ഞിട്ടാണ് മോയ്സ്ചറൈസർ സ്കിന്നെ മോയ്സ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രപ്പിങ് ബെറ്റർ ആക്കണോ, നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ഇട്ടാലും നിങ്ങൾക്ക് ഭയങ്കര ലോങ് ലാസ്റ്റ് ചെയ്യാനും നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഫേസിൽ കാണാനൊക്കെ പറ്റുന്നത് നമ്മൾ അതിൻ്റെ ബിഫോർ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നതിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക. സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇത്രയും പോർഷൻ അവിടെ നിർത്തുക. ഇതെല്ലാം നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് മേക്കപ്പ് എന്നുള്ള ആ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങുക എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രൈമർ അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്ലോസി ആയിരിക്കണം, നിങ്ങൾക്ക് നല്ല ഗ്ലാസ് ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൈമർ എടുക്കുമ്പോൾ ഇലുമിനേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. എന്താണ് ഈ ഇലുമിനേറ്റിംഗ് പ്രൈമർ എന്ന് വെച്ചാൽ,
നല്ല ഷൈനിങ് കിട്ടുന്ന, നമ്മൾ ഹൈലൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലത്തെ നല്ല ഷൈനിങ് കിട്ടുന്ന നല്ല തിളക്കമുള്ള സംഭവമാണ് ഇലുമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇലുമിനേറ്റിംഗ് പ്രൈമർ എന്ന് തന്നെ ചോദിച്ച് മേടിക്കുക, അത് യൂസ് ചെയ്യുക. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കമ്പനിയുടെ ഉണ്ട് കേട്ടോ. കെ ബ്യൂട്ടിയുടെ ഉണ്ട്, അതുപോലെ തന്നെ PSG ഉണ്ട്, പീസിൻ്റെ ഉണ്ട്, അതുപോലെ നമുക്ക് ഷുഗറിൻ്റെ, നോർമലി ഷുഗറിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൈമേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലത്തെ ഷൈനിങ് കിട്ടുന്ന പ്രൈമർ യൂസ് ചെയ്യാം. അത് വളരെ ലൈറ്റായിട്ട് മാത്രം എടുക്കാവൂ, ഒരുപാട് ഹെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതും നിങ്ങളുടെ സ്കിൻ ടോൺ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഷെയ്ഡ് വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പ്രൈമർ ആണെങ്കിൽ പോലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അതിനുള്ളത് നോക്കുക. മീഡിയം ടു ഡീപ്പ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ചും കൂടി ഡീപ്പർ ഷെയ്ഡ് എടുക്കുക. അതല്ല നിങ്ങളുടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ലൈറ്റാണ്, ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളൊരു ഫൗണ്ടേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ വളരെ കുറച്ചേ എടുക്കാവൂ. എപ്പോഴും ഫൗണ്ടേഷൻ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും കൂടി മനസ്സിലാക്കണം. കാരണം ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് മിസ്റ്റേക്സ് പറ്റുന്ന ഒരു കാര്യം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കും, എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും, എന്നിട്ട് കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണ്, നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മളുടെ ഫേസിൻ്റെ ഷെയ്ഡല്ല നമുക്ക് കയ്യിലേക്ക് വരുന്നത്, രണ്ടിലും വ്യത്യാസം കാണും. അപ്പോൾ ഒരിക്കലും കയ്യിൽ ഇട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും മേടിക്കരുത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതുപോലെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലോ ഇവിടെയോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈവൺ ആണോ എന്നും ചെക്ക് ചെയ്യുക. കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിൻ ടോൺ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കരുത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ഞാൻ വേറൊരു ദിവസം ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്കിത് പറയുമ്പോൾ എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. കാരണം പറഞ്ഞു തരുമ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ച് മനസ്സിലാകുന്ന രീതിയിലും കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കിയിട്ട് ഈവൺ ആണെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്താൽ മതി. ആ രീതിയിലായിരിക്കണം നമ്മൾ ഫൗണ്ടേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ എടുക്കുന്ന ഫൗണ്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഗ്ലാസ് ഫിനിഷിങ് അല്ലെങ്കിൽ ഗ്ലാസ് ലുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന നമ്മളുടെ ഫൗണ്ടേഷനിൽ കുറച്ച് സ്ട്രോബ് ക്രീം മിക്സ് ചെയ്യാം. എന്താ ഈ സ്ട്രോബ് ക്രീം എന്ന് വെച്ചാൽ, അതായത് ഒരു ഹൈലൈറ്റ് മോയ്സ്ചറൈസർ, ഹൈലൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന മോയ്സ്ചറൈസർ എങ്ങനെയുണ്ടാവും അതുപോലെയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ, ഹൈലൈറ്റിംഗ് മോയ്സ്ചറൈസർ അതുപോലെയായിരിക്കും, നല്ല ഷൈനിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ലിക്വിഡ് ഹൈലൈറ്ററൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ കുറച്ചും കൂടെ ഒരു നല്ല ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസമുള്ളതാണ് നമുക്ക് സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളുടെ ഫൗണ്ടേഷനിൽ നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല തിളക്കം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രൊഡക്റ്റും ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇത് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, റിസൾട്ട് ഉണ്ട് എന്ന് തോന്നി. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ തോന്നുന്നത് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്ട്രോബ് ക്രീം വരുന്നത് ഫേസസ് കാനഡയുടെ ആണ്. ഫേസസ് കാനഡ എല്ലാവർക്കും അറിയായിരിക്കും. വലിയ റേറ്റൊന്നും വരുന്നില്ല കേട്ടോ, ഒത്തിരി ഹെവി റേറ്റൊന്നുമില്ല. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 500ൻ്റെ ഉള്ളിൽ 350 250 എന്തോ ആണെങ്കിൽ റേറ്റ് പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ആ ഒരു അത്രേ വരത്തുള്ളൂ, ഒരു 500ൻ്റെ ഉള്ളിൽ, അത് 100% അത്രേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രോബ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം, ഇതുപോലെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാം. ഇനി ഫൗണ്ടേഷനൊന്നും ഉപയോഗിക്കാതെ വെറുതെ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെടുക്കുന്ന മോയ്സ്ചറൈസറിൽ കുറച്ച് നമുക്കിതുപോലെ സ്ട്രോബ് ക്രീം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും നല്ലപോലെ റിസൾട്ട് ഉണ്ടാവും, നല്ലൊരു ഗ്ലോസി ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഒന്ന് മിക്സ് ചെയ്തിട്ടല്ല, ഡയറക്റ്റ് ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെയായിരിക്കുക കേട്ടോ. ഇതാണ് സ്ട്രോബ് ക്രീം. ഓക്കെ, നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ നോസിലൊന്ന് അപ്ലൈ ചെയ്യട്ടെ. നോസിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് പോലെ ഇല്ലേ, ഒരു പ്രത്യേക തിളക്കം കാണുന്നില്ലേ നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ഇട്ട പോലെ,
അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. നമുക്കിത് ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, സ്റ്റോപ്പ് ക്രീം മറ്റേ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മളുടെ ഈ ഹൈലൈറ്റ് പോർഷൻസിലെല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫിംഗർ കൊണ്ട് തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും നല്ലപോലെ ആ ഏരിയയൊക്കെ നമുക്ക് കുറച്ച് സമയമാകുമ്പോൾ നല്ല തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇത് സൂപ്പർബായിട്ടുള്ള ഒരു നമുക്കൊരു ട്രിക്കാണ്. നമുക്കൊരു പെട്ടെന്നൊരു ഗ്ലോസി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് ഏരിയ. സോ കുറച്ചൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ചിലവർ ഇവിടെയും ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ ചിന്നിൻ്റെ പോർഷൻസ് ജസ്റ്റ് അതുപോലെ ഇവിടെ അപ്പർ ലിപ്പിൻ്റെ ഈ ഒരു ഏരിയയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഡയറക്റ്റ് വെറുതെ അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ കുറച്ച് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഫൗണ്ടേഷൻ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഗ്ലോസി ടെക്സ്ചറിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിറം മിക്സ് ചെയ്ത് വരുന്ന ഫൗണ്ടേഷൻസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ കേട്ടോ. ഏതെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അതൊക്കെ വേണം, അത് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് ക്രീം. എന്താണ് സ്റ്റോപ്പ് ക്രീം? ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ഇതെന്താണെന്ന് അറിയാതെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. കാരണം ഒരുപാട് പേർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ നമ്മളൊന്ന് റെഡി ആവണമെന്നോ, അതുപോലെ പലവരെയും കാണുമ്പോൾ തോന്നും അയ്യോ അവരൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് എന്തൊരു തിളക്കം, അല്ലെങ്കിൽ നമ്മൾ പല സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ ഫേസൊക്കെ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണും. അപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവണം. അപ്പോൾ ഓക്കെ ആണോ? ഇഷ്ടപ്പെട്ടോ? അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് അറിയിക്കും. അതെനിക്കറിയാം. ലൈക്ക് ചെയ്യൂലേ? എല്ലാവരും ലൈക്ക് ചെയ്യും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. നമുക്ക് അടുത്തത് എന്തിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുള്ളത്, ഇതുപോലെ മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. സ്കിൻ കെയറും ഹെയർ കെയറും മാത്രമല്ല, മേക്കപ്പ് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ മാം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, എൻ്റെ നോസ് നല്ല തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.